Dear friends, welcome to my class Learn English Grammar with Madhav Mash. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഐദർ ഓറിൻ്റെ ഓപ്പോസിറ്റായ നൈദർ നോറിനെ കുറിച്ചാണ്. നൈദർ നോർ അത് പഠിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആസ് സൂൺ ആസ് എന്നൊരു കൺജങ്ഷൻ ഉണ്ട്. ആസ് സൂൺ ആസിനോട് ചേർന്ന് വരുന്ന കൺജങ്ഷനാണ് നോ സൂണർ ദാൻ. അപ്പോൾ ആസ് സൂൺ ആസ് ഒന്നിച്ച് എഴുതുക. മിക്കവാറും എല്ലാ വാചകങ്ങളിലും രണ്ട് വാചകങ്ങളെ കൂട്ടുമ്പോൾ ആസ് സൂൺ ആസ് എപ്പോഴും തുടക്കത്തിലാണ് വയ്ക്കാറ്. ആസ് സൂൺ ആസ് പറഞ്ഞാൽ ഉടനെ, സഡൻലി എന്ന് അർത്ഥമാണ്, വേറൊന്നുമില്ല. ഇതിൻ്റെ അർത്ഥം നോ സൂണർ ദാനും, പക്ഷെ അതിൻ്റെ പ്രയോഗത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആസ് സൂൺ ആസ് വളരെ സിമ്പിളായിട്ട് എഴുതാം, രണ്ടും കൂടി കൂട്ടി എഴുതാം. അതേസമയം നോ സൂണർ വയ്ക്കുമ്പോൾ നോ സൂണറിൻ്റെ കോറിലേറ്റീവ് കൺജങ്ഷൻ ദേനാണ്, THAN, ദേൻ, THAN. അപ്പോൾ നോ സൂണർ കഴിഞ്ഞിട്ട് ഒരു വെർബ് വയ്ക്കേണ്ടി വരും. നോ സൂണ് കഴിഞ്ഞിട്ട് ഒരു ക്ലോസ് വയ്ക്കേണ്ടി വരും. ആ ക്ലോസ് കഴിഞ്ഞ ഉടനെ ദേൻ വയ്ക്കുക, അടുത്ത ക്ലോസ് വയ്ക്കുക. അപ്പോൾ അതിനൊരു കണക്ടർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കണക്ടർ എടുത്ത് കളയണം. ഈ കണക്ടറും കൺജങ്ഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയുന്ന ചില വാക്കുകളുണ്ട് കൺജങ്ഷൻ തുടങ്ങാൻ, കൺജങ്ഷനെ പോലെ. അതിനെ കണക്ടർ എന്നാണ് പറയാം നമ്മൾ. അതാണ് കണക്ടറും കൺജങ്ഷനും തമ്മിലുള്ള വ്യത്യാസം. കൺജങ്ഷൻ ക്ലോസുകളെ വാചകങ്ങളെ കൂട്ടുന്നുണ്ടെങ്കിൽ കണക്ടർ എന്താ വെച്ചാൽ ഒരു വാചകം മറ്റു വാചകവുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഈ കണക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ നോ സൂണർ ദാനും ആസ് സൂൺ ആസും. അപ്പോൾ നോ സൂണർ ദാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതേ ലെവലിലുള്ള മറ്റ് ഒരു 4-5 കൺജങ്ഷൻ ഉണ്ട്. സ്കേഴ്സ്ലി വെൻ, ഹാർഡ്ലി വെൻ, റയർലി വെൻ, ബെയർലി വെൻ. ഇതാണ് ഇതിൻ്റെ കോറിലേറ്റീവ്സ്. അതായത് നോ സൂണറിൻ്റെ കൂടെ വരുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ ദേനാണെങ്കിൽ അതേപോലെ ഉപയോഗിക്കാവുന്ന കൺജങ്ഷൻസാണ് ഹാർഡ്ലി, അതിൻ്റെ കോറിലേറ്റീവ് കൺജങ്ഷൻ വെൻ ആണ്, ബെയർലി വെൻ ആണ്, സ്കെയേഴ്സ്ലി വെൻ ആണ്, റയർലി വെൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 എക്സാമ്പിളുകൾ മറ്റാണ് ഞാൻ ഇവിടുന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്ന് പറയുന്ന കൺജങ്ഷൻ ആസ് സൂൺ ആസ്, നോ സൂണർ ദാൻ, സ്കേഴ്സ്ലി വെൻ, ബെയർലി വെൻ, റയർലി വെൻ, ഹാർഡ്ലി വെൻ. അപ്പോൾ ഇത് ഓരോ എക്സാമ്പിൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. വാചകത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു വാചകം തന്നിട്ടുണ്ട്. ആ വാചകത്തിനെ നിങ്ങൾ ഇതേപോലെ മാറ്റി എഴുതി കൊണ്ടുവരണം അടുത്ത ക്ലാസ്സിലേക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് വരാം, ബോർഡിലേക്ക് വരാം. ഇതാ കേട്ടോ, ആദ്യം ഒരു വാചകം തന്നിരിക്കുന്നു. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന ആസ് സൂൺ ആസും നോ സൂണർ ദാനും. ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിലെത്തി. ദെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്, ഉടനെ തന്നെ ട്രെയിൻ പുറപ്പെട്ടു. ഇത് നമ്മൾ കൂട്ടി എഴുതുകയാണ് ആസ് സൂൺ ആസ് കൊണ്ട്. എങ്ങനെയാ? ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, വേറെ ഒരു കണക്ടറും ആസ് സൂൺ ആസ് മാത്രമേ ഉള്ളൂ. ദ ട്രെയിൻ സ്റ്റാർട്ടഡ്, ദ ട്രെയിൻ സ്റ്റാർട്ടഡ് എന്നാണ് എഴുതേണ്ടത്. അവിടെ തെറ്റി പറ്റിയിട്ടുണ്ട്, അവിടെ സ്റ്റാർട്ടഡ് എന്നാക്കണം കേട്ടോ. ശരി, അടുത്തത് ആസ് സൂൺ ആസിൻ്റെ കാര്യം നമുക്ക് എന്ത് വയ്ക്കാം? നോ സൂണർ വയ്ക്കാം. നോ സൂണർ വയ്ക്കുമ്പോൾ എങ്ങനെയാണ്? നോ സൂണർ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ വെർബിനെ നമ്മൾ പൊളിക്കണം. റീച്ച്ഡ് എന്നുള്ള വെർബിനെ പൊളിച്ചിട്ട് ഡിഡ് റീച്ച് എന്നാക്കണം. ഡിഡ് എടുത്തിട്ട് സബ്ജക്റ്റിന് മുമ്പിടാണ് ഇൻവേർഷൻ ഓഫ് ദ സബ്ജക്റ്റ് ആൻഡ് ഓക്സിലറി. നോ സൂണറിൽ ആദ്യത്തെ ക്ലോസിലെ വെർബിനെ പൊളിച്ച് ഇൻവേർഷൻ ചെയ്യണം. ഇൻവേർഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് മുമ്പ് വെർബ് പൊളിച്ചിടണം. വെർബ് പൊളിക്കുമ്പോൾ റീച്ച് എന്നുള്ളതിനെ പൊളിക്കുമ്പോൾ ഡിഡ് റീച്ചാണ്. അതാണ് ഈ ഇൻവേർഷൻ എന്ന് പറയുന്നത്. തല തിരിച്ച് വരണം. അപ്പോൾ നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ, ദെൻ അതിൻ്റെ കോറിലേറ്റീവ് കൺജങ്ഷൻ ദെൻ അല്ല, ദെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. ലെഫ്റ്റ് തന്നെ ഞാൻ മാറ്റി സ്റ്റാർട്ടഡ് എന്നാണ് ആക്കണേ കേട്ടോ. ശരി, അതേപോലെ തന്നെയാണ് ഹാർഡ്ലി. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് നോട്ട് എന്നർത്ഥം, മിക്കവാറും ഇല്ലാന്നർത്ഥം. ഒരിക്കലും ഹാർഡിൻ്റെ ആഡോർബ് അല്ല ഹാർഡ്ലി എന്ന് മനസ്സിലാക്കുക. ഹാർഡ് എന്ന് പറഞ്ഞാൽ കഠിനമായ എന്നർത്ഥം. അതായത് ഹാർഡ് എന്നുള്ള പദം ആഡോർബാണ്, അഡ്ജക്റ്റീവ് ആണ്. അതേസമയം ഹാർഡ്ലി എന്നുള്ളത് അതിൻ്റെ ആഡോർബ് അല്ല. ഓൾമോസ്റ്റ് ഓൾ adjectives can be changed into adverbs by adding ly എന്നാണ് പറയാൻ പറ്റും. മിക്കവാറും അഡ്ജക്റ്റീവ്സിനെ ly ചേർത്ത് ആഡോർബ് ആക്കാം. പക്ഷേ ഹാർഡിന് ഹാർഡ് അഡ്ജക്റ്റീവ് ആഡോർബും ആണ്, അതിൻ്റെ ly എന്നുള്ള വേറൊരു വാക്കാണ്. അപ്പോൾ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇല്ല. സ്കേഴ്സ്ലിയുടെ അർത്ഥം തന്നെ, ബെയർലിയുടെ അർത്ഥം തന്നെ, റയർലിയുടെ അർത്ഥം തന്നെ.
ഹാർഡിലി ഇവിടെ ഇൻവേർഷൻ വരെ നോക്കൂ. റീച്ച് ചെയ്ത പൊളിച്ചിട്ട് എന്താക്കുക, ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ. അപ്പോൾ ഹാർഡിലിയുടെ കോറിലേറ്റീവ് കൺജങ്ഷൻ വെൻ ആണ്. നോ സൂണറിൻ്റെ കോറിലേറ്റീവ് കൺജങ്ഷൻ ദെൻ ആണ്. ഹാർഡിലി വെൻ, ബോത്ത് ആൻഡ് എന്ന് പറയുന്ന പോലെ തന്നെ. ഹാർഡിലി ഡിഡ് ഐ റീച്ച് ദ, ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല, അപ്പോഴേക്കും ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്തിയിട്ടില്ല അപ്പോഴേക്കും എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ അവിടെ എത്തിയില്ല എന്നർത്ഥം. എത്തിയ ഉടനെ, ഇമ്മീഡിയറ്റ്ലി, സഡൻലി, അതാണ് ആസ് സൂൺ ആസ് എന്ന് പറയുന്നത്. ഹാർഡ്ലി ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയില്ല, അപ്പോഴേക്കും ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. അവിടെ വെൻ തന്നെയാണ് വരിക. ഹാർഡ്ലിയുടെ കോറിലേറ്റീവ് കൺജങ്ഷൻ എന്താ, വെൻ. മറക്കരുത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു വാചകം എന്ത്, ഹാർഡ്ലി ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ ലെഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു. അവിടെ എന്താ വയ്ക്കേണ്ടതെന്ന് പറയാം, വെന്നാണ്, മറക്കരുത്. അത് തന്നെ സ്കേഴ്സിലി. സ്കേഴ്സിലി ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. ഞാൻ സ്റ്റേഷനിലേക്ക് മിക്കവാറും എത്തിയിട്ടില്ല, അപ്പോഴേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിയ ഉടനെ അത് സ്റ്റാർട്ട് ചെയ്തു എന്ന് അർത്ഥമല്ലാണ്, ഞാൻ എത്തിയിട്ടില്ല എന്നല്ല അർത്ഥം. ബെയർലി ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. ഇതാ ഇവിടെ വെൻ, അത് വേണം. ഇതാ വെൻ, കോറിലേറ്റീവ് കൺജങ്ഷൻ വെൻ. അതുപോലെ തന്നെ റയർലിക്കും അത് തന്നെ. റയർലി ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. ഇങ്ങനെ 1, 2, 3, 4, 5, 6 വാചകങ്ങൾ ഇതിൻ്റെ ഒരു വാചകം തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇതേ എക്സാമ്പിൾ ഇതുപോലെ നോക്കി തന്നെ നിങ്ങൾ വീണ്ടും എഴുതണം. ഹീ പാസ്ഡ് ദ എക്സാമിനേഷൻ, അവൻ പരീക്ഷ പാസ്സായി. ദെൻ ഹീ ഗോട്ട് എ ജോബ്, ഉടനെ അവനപ്പം തന്നെ ഒരു ജോലിയും കിട്ടി. അപ്പോൾ അവൻ പരീക്ഷ പാസ്സായില്ല, അപ്പോഴേക്കും ജോലി കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ആസ് സൂൺ ആസ് വെച്ച് എഴുതുക, നോ സൂണർ വെച്ച് എഴുതുക, ഹാർഡ്ലി വെച്ച് എഴുതുക, സ്കേഴ്സ്ലി, ബെയർലി, റയർലി വെച്ച് എഴുതുക. അപ്പോൾ നമ്മളിത് സക്സസ്, വിജയിച്ചു എന്നുള്ള അർത്ഥം. നമുക്ക് പാസ് എടുത്തില്ല, പൊളിക്കുമ്പോൾ ഡിഡ് പാസ് എന്നാണ് വരിക, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തായാലും നോ സൂണർ വെച്ച് എഴുതുമ്പോൾ നോ സൂണർ ഡിഡ് ഹി പാസ് ദ എക്സാമിനേഷൻ ദെൻ ഹി ഗോട്ട് എ ജോബ്, ദെന്ന് പോയി ദേനാവും. ഇങ്ങനെ എല്ലാതും വെച്ച് നിങ്ങൾ എഴുതി അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറായി വരിക. എൻ്റെ ക്ലാസ് ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എഴുതി പഠിച്ചില്ലെങ്കിൽ ഇത് എളുപ്പമാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. താങ്ക് യു.